ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ അപ്പുറത്തെ അമ്പലത്തിൽ ഒരു ഉത്സവമാണ്. സോ ഉച്ചയായപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് അന്നദാനം കഴിച്ചത്. പിന്നെ ഞങ്ങളുടെ കോളേജിലെ പകുതി മുക്കാൽ പേരും ആ അമ്പലത്തിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് നൈറ്റ് ആയപ്പോൾ അമ്പലത്തിൽ നല്ല നാടൻ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു 11:30 വരെ. പിന്നെ നമ്മുടെ കോളേജ് ഫുള്ള് നാടൻ പാട്ട് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി. ആൻഡ് കാസർഗോഡ് വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കാണുന്ന ഒരു സ്ഥലത്ത്. നമ്മൾ ഗ്രൗണ്ടിലോട്ട് കയറി ചെന്നപ്പോഴേ നല്ല അടിപൊളി തിരുവാതിരയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആൻഡ് ചേച്ചിമാരുടെയൊക്കെ പെർഫെക്ഷൻ. പിന്നെ എടുത്തു പറയാനുള്ള ഇവരുടെ ഡ്രസ് കോഡാണ്. എൻ്റെ ദൈവമേ, നല്ല ഡ്രസ് കോഡും അവരുടെ ഓർണമെന്റ്സ് ആയിക്കോട്ടെ, അവരുടെ ആ ഹെയറിൽ വെച്ചേക്കുന്ന ആ മുല്ലപ്പൂ ആയിക്കോട്ടെ, എന്തായാലും നല്ല നല്ല രസമുണ്ടായിരുന്നു കണ്ടൊക്കെ. ആൻഡ് ഇവിടെ പൊയിനാച്ചി തന്നെ തായ്ക്കൊണ്ടോ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടുത്തെ പിള്ളേരുടെ ഒരു പ്രോഗ്രാമും ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ്, അതിനെപ്പറ്റി എനിക്ക് പറയാൻ വലിയ വലിയ വാക്കുകളൊന്നുമില്ല, നിങ്ങളെ ഞാൻ കാണിച്ചു തന്നെ തരാം. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നാടൻപാട്ടിന്റെ ടൈം എത്തി. ആൻഡ് ഇവരുടെ ചെക്കിങ്ങിന് തന്നെ ഒരു 1.5 മണിക്കൂർ എടുത്ത്. ആൻഡ് ചെക്കിങ് എല്ലാം കഴിഞ്ഞു വന്നപ്പം പരിപാടി വേറെ മൂഡിലേക്ക് അങ്ങ് പോയി. തുടക്കം തന്നെ വിഘ്നേശ്വരനെ വെച്ച് തുടങ്ങണം എന്നാണല്ലോ, അതുകൊണ്ട് അവർ ഗണപതിയുടെ പാട്ടാണ് ആദ്യമേ തുടങ്ങിയത്. പിന്നെ ARMന്റെ അകത്തെ മറ്റേ ഭൈരവനാകുന്ന എന്നുള്ള പാട്ട് ഇവരാണ് പാടിയത് ശരിക്കും. ആൻഡ് ഇവർ ഇന്നലെ ആ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കേട്ടോണ്ടിരിക്കാൻ നല്ല ഫീലായിരുന്നു. പിന്നെ ഇവരുടെ ഇന്ററാക്ഷനെ പറ്റി പറയുവാണെങ്കിൽ നാട്ടുകാരുടെ ഇടയ്ക്ക് വന്നിരുന്ന് ഭയങ്കര വൈബിങ് ആയിരുന്നു. ആൻഡ് ഈ ചേച്ചി ഭയങ്കര വൈബായിരുന്നു. ഫുൾ പവർ തന്നെ പറയാം. വോൾ ടീം ആയാലും ഇത് കറക്റ്റായിട്ട് മുടിയേറ്റാണോ തെയ്യമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഇത് വന്നപ്പോൾ ആ ഒരു ഏരിയയുടെ ആ ഒരു കളറേ അങ്ങ് മാറി. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി എനിക്ക് ഈ തെയ്യവും ഈ മുടിയേറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടി. ആൻഡ് ഇത് കണ്ടപ്പം എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. ഐ വാസ് സോ ഹാപ്പി. ആൻഡ് ഇത് ഓഡിയൻസിൻ്റെ ഇടയ്ക്കോട്ട് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് അതിൻ്റെ അടുത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ സാധിച്ചില്ല എന്നെ കൊണ്ട്. പിന്നെ ഈ മാങ്കൂയിൽ എത്തിയപ്പോഴാണ് ഞങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് എനർജറ്റിക് ആയി വന്നത്. പിന്നെ ഇവിടുത്തെ വൈബൊക്കെ കാണുമ്പോൾ എങ്ങനെ തുള്ളാണ്ടിരിക്കാൻ പറ്റും. ഇവിടെ കുറച്ച് പിള്ളേരും കുറച്ച് ചേട്ടന്മാരായാലും സൈഡിൽ നല്ല തുള്ളൽ തന്നെയാണ്. ആൻഡ് പ്രോഗ്രാമൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പെർമിഷൻ ടൈം കഴിഞ്ഞു. ആൻഡ് ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് അങ്ങ് പോയി. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.